بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനി വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅളീമൻ ലിശാനി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അദ്ദാഇ ഇലാ റിദ്വാനി. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. من സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിച്ച് അവൻ്റെ പ്രീതി കരഗതമാക്കാൻ നാം സദാ പാടുപെടുക. അള്ളാഹു നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ നാം കേൾക്കുന്ന ഉപദേശങ്ങളെ പകർത്താനും റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് നാം ചർച്ചക്കെടുത്തതായ വിഷയം സഹോദര്യ ബന്ധം ഇസ്ലാമിൽ എന്നതാണല്ലോ. വിശുദ്ധ ഫുർഖാൻ അദീമിൽ ഈ വിഷയം ഉഖുവ അൽ ഇഖാ എന്ന മുസ്തഖാത്ത് 10-24 തവണ ചർച്ച ചെയ്തതായിട്ട് കണ്ടു. ഈ വിഷയത്തിൽ സഹീഹായ ഹദീസ് തന്നെ 55 വിട്ടുകടന്നു. അപ്രകാരം തന്നെ സലഫ് സാലിഹ്യങ്ങളുടെ ആധാറുകളും 47 ആധാറുകളും ഈ വിഷയത്തിൽ കാണാൻ സാധിച്ചു. അതൊക്കെ കുറിക്കുന്നത് ഖുർആനും സുന്നത്തും വളരെ പ്രാധാന്യം നൽകിയ വിഷയമാണ് സഹോദര്യം എന്ന സബ്ജക്റ്റ്. അള്ളാഹു വിശുദ്ധ ഫുർഖാൻ അദീമിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയതായ വിശാലമായ അനുഗ്രഹത്തെ എണ്ണി പറഞ്ഞപ്പോൾ ഊന്നി പറഞ്ഞ പ്രധാന ഭാഗമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒന്നാണ് ഉഖുവത്ത്. അള്ളാഹുവിൻ്റെ ശൈലി കേൾക്കുക. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്നതായ അനുഗ്രഹത്തെ നിങ്ങൾ സ്മരിക്കണം, നിങ്ങൾ ഓർക്കണം, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ ഗ്രഹിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കുന്തും അദാഅൻ, നിങ്ങൾ പണ്ട് പരസ്പരം ശത്രുക്കളായിരുന്നു, അങ്ങുമിങ്ങും വിരോധികളും അങ്ങുമിങ്ങും കോപിക്കുന്നവരും ശപിക്കുന്നവരും ആക്ഷേപിക്കുന്നവരും ശകാരിക്കുന്നവരും യുദ്ധം ചെയ്യുന്നവരും പോരാടുന്നവരും ഒക്കെയായിരുന്നു, ശത്രുക്കളായിരുന്നു തമ്മിൽ. ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇസ്ലാമിലൂടെ ഖുർആനിലൂടെ അത് നമ്മുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ അള്ളാഹു നിയോഗിച്ചതായ തിരുദൂതരിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഹൃദയത്തെ ഇണക്കിച്ചേർത്തു, ഐക്യമുള്ളതാക്കി മാറ്റി, സാഹോദര്യ ബന്ധമുള്ളതാക്കി മാറ്റി. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇണക്കിച്ചേർത്ത അതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ വിശുദ്ധ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ മൂലാധാരമാകുന്ന ഖുർആനിലൂടെയും അതിൻ്റെ വിശദാംശമാകുന്ന സുന്നത്തിലൂടെയും അതിൻ്റെ ആദർശമാകുന്ന വിശ്വാസപരമായ കലിമത്ത് തൗഹീദിലൂടെയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിലുണ്ടായിരുന്ന, അഥവാ നമ്മുടെ പിതാക്കളുടെ, നമ്മുടെ ഉമ്മന്മാരുടെ ഉണ്ടായിരുന്നതായ വിദ്വേഷം, ആക്ഷേപം, അല്ലെങ്കിൽ കോപവും ഭിന്നാഭിപ്രായവും, അപ്രകാരം തന്നെ യുദ്ധങ്ങളും പോരാട്ടങ്ങളും ശത്രുതയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? അതിനെ ദൂരീകരിച്ചു. എന്തിലൂടെ? ആദർശത്തിൽ അവരെ ഇണക്കിച്ചേർക്കലിലൂടെ.
അത് കാരണത്താൽ എന്ത് സംഭവിച്ചു? ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, അവൻ്റെ അനുഗ്രഹത്തിലൂടെ നിങ്ങൾ അങ്ങുമിങ്ങും സഹോദരന്മാരായി മാറി. അങ്ങുമിങ്ങും സ്നേഹിക്കുന്ന, ചോരബന്ധത്തിനേക്കാളും ബന്ധമുള്ളതായ, ശക്തിയുള്ള, കടുകട്ടിയുള്ള ബന്ധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി. വകുൻതും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, നരകത്തിൻ്റെ വക്കിലായിരുന്നു നിങ്ങൾ, നരകത്തിൻ്റെ സൈഡിലായിരുന്നു നിങ്ങൾ. അവിടുന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പിടിച്ച് ഫഅൻഖദകും മിൻഹാ, ആ നരക അഗ്നിയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തിയത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് അവൻ്റെ ദൃഷ്ടാന്തങ്ങളെയും ആയത്തുകളെയും വിശദീകരിച്ച് തരാറുള്ളത്, നിങ്ങൾ സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും എത്താൻ വേണ്ടി തന്നെ. ഇത് ആല ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചൊരു ശൈലിയാണ്. നമ്മുടെ വിഷയം ആദർശത്തിലൂടെയുള്ളതായ സഹോദര ബന്ധമാണ്. ഈ സഹോദര ബന്ധം അത് ആദർശമില്ലാത്ത സന്ദർഭത്തിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു പ്രഭാതത്തിൽ ഈ കലിമത്ത് തൗഹീദിൻ്റെ വക്താവായി മാറുമ്പോൾ തന്നെ നമ്മുടെ സഹോദരനായി മാറുന്നു. അങ്ങനെയുള്ള വ്യക്തി എന്ന് ഖുർആൻ പറയുന്ന ശൈലിയും ഇവിടെ ശ്രദ്ധേയമാണ്. ഫൈൻ താബൂ, സത്യനിഷേധികൾ, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുന്ന, അറക്കുന്ന, അല്ലാഹുവിൻ്റെ കഠിന ശത്രുക്കളായി ജീവിച്ചിരുന്ന ആ സത്യനിഷേധികൾ, ഫൈൻ താബൂ, അവർ പാശ്ചാത്തപിച്ച് സത്യത്തിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചാൽ, ഈ ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ ആദർശ ക്ലിയറിങ്ങിന് അവരൊരുങ്ങിയാൽ, അതാണല്ലോ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ, അവർ നന്മയിലേക്ക്, സത്യത്തിലേക്ക്, യഥാർത്ഥ ആദർശത്തിലേക്ക്, തൗഹീദിലേക്ക് അവർ മടങ്ങി വരിക. അങ്ങനെ ഫൈൻ താബു, അവർ പാശ്ചാത്തപിച്ചാൽ, വഅഖാമു സ്വലാത്ത, അതോടൊപ്പം ഈ ആദർശത്തെ ആസ്പദമാക്കി അവർ പരിപൂർണമായ രൂപത്തിൽ 5 വക്ത് നമസ്കാരത്തെ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്താൽ, വആതൗ സകാത്ത, അവർ സകാത്ത് അള്ളാഹു നിർബന്ധമാക്കി കൽപ്പിച്ച ഇസ്ലാമിൻ്റെ പ്രധാന ആ കർമ്മ ഭാഗങ്ങളിൽ അള്ളാഹു നിർബന്ധമാക്കിയതായ ഒന്നാണല്ലോ സക്കാത്ത്. ആ സക്കാത്ത് അവകാശപ്പെട്ടവർക്ക് അവർ നിറവേറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ഒരാൾ സത്യനിഷേധിയായി ജീവിച്ച ഒരു വ്യക്തി, ഇസ്ലാമിന് ശത്രുവായി ജീവിച്ചതായ ഒരു വ്യക്തി, അദ്ദേഹം പാശ്ചാത്തപിച്ച് തൗബ ചെയ്തു, ആദർശം ക്ലിയറാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ടോ അതനുസരിച്ചിട്ട് ആ ഇസ്ലാം അവനോട് ശാസിക്കുന്നതായ നമസ്കാരം കൃത്യമായി നമസ്കരിച്ചു, അപ്രകാരം തന്നെ സക്കാത്ത് കൊടുത്തു, സക്കാത്ത് കൊടുക്കാൻ ഒരുങ്ങി, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, നിങ്ങളുടെ സഹോദരന്മാരാണ് ദീനിൽ, നിങ്ങളുടെ സഹോദരന്മാരാണ് ആദർശത്തിൽ. അപ്പോൾ ആദർശത്തിൽ നിങ്ങളുടെ സഹോദരന്മാരായി മാറലെപ്പോഴാണ്? അള്ളാഹുലേക്ക് മടങ്ങുമ്പോഴാണ്. അപ്പോൾ മുൻപ് എത്ര വലിയ കഠിന ശത്രുവാണെങ്കിലും, കൊടിയ മുശ്രിക്കാണെങ്കിലും, സത്യത്തിലേക്ക്, തൗഹീദിലേക്ക് മടങ്ങി വന്ന് നാം ഈ പറഞ്ഞ രൂപത്തിൽ, അള്ളാഹു വിശദീകരിച്ച രൂപത്തിൽ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹോദരന്മാരായി മാറുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദർശം ക്ലിയറാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാം അവരോട് അഭിസംബോധനം ചെയ്യേണ്ടതായ ശൈലി, അവരുടെ വാപ്പ ചിലപ്പോൾ ആരാണ് വാപ്പ എന്നറിയില്ല, അല്ലെങ്കിൽ വാപ്പയെ ചേർത്ത് പറയാൻ പറ്റൂല, വാപ്പ വേറൊരു മതസ്ഥനായിരിക്കും, അല്ലെങ്കിൽ വാപ്പയെ അറിയുകയില്ലായിരിക്കും, പരിചയമില്ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ പക്ഷേ നമ്മുടെ ആളായി മാറി നമ്മുടെ ആദർശം അവർ ഉൾക്കൊണ്ടു. അങ്ങനെയാണെങ്കിൽ ഉദ്ഉഹും ലി ആബാഇഹിം, അവരുടെ വാപ്പമാരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, പരിചയമുണ്ടെങ്കിൽ ആ വാപ്പയിലേക്ക് ചേർത്ത് അവരെ നിങ്ങൾ വിളിക്കുക. ഫഇല്ലം തഅലമൂ, നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ, ആബാഹും, അവരുടെ വാപ്പമാരാരാണെന്ന് വിവരമില്ലെങ്കിൽ, ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന ആദർശം അവർ ഉൾക്കൊണ്ടിരിക്കവേ അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്. ആദർശത്തിൽ, ദീനിൽ നിങ്ങളുടെ സഹോദരന്മാരാണ് അവർ എന്ന് ഖുർആൻ പറയുന്നു. ഇത് സൂറത്തുൽ അഹ്സാബിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ യാഥാർത്ഥ്യം സ്ഥാപിക്കാൻ നിർബന്ധമായതും അനിവാര്യമായതുമായ ഒരു ഭാഗമാണ് സഹോദര്യ ബന്ധം സ്ഥാപിക്കുക എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ആദ്യം ഓതി വെച്ചതായ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്, സത്യവിശ്വാസികൾ സഹോദരന്മാരാണ്. ഫസ്ലിഹു ബൈന അഖവൈക്കും, പരസ്പരം നിങ്ങളുടെ ഇടയിൽ ആ സഹോദര്യ ബന്ധം നിങ്ങൾ സ്ഥാപിക്കുക, നന്നാക്കിയെടുക്കുക.
അതിനുവേണ്ടി നിങ്ങൾ മനക്കെടുക, അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. അത് നിങ്ങളുടെ ബാധ്യതയാണ്. അപ്പോൾ സത്യവിശ്വാസികൾ സഹോദര്യ ബന്ധം പുലർത്തിയിട്ട് ജീവിക്കണം എന്നത് ഇസ്ലാമിൻ്റെ നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ അല്ലാഹു സ്ഥാപിച്ച ശൈലിയിൽ ചിലതാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത്. ഇത് എങ്ങനെയായിരുന്നു നമ്മുടെ നേതാക്കളായ സഹാബാക്കൾ ജീവിതത്തിൽ പകർത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. അവിടെ അത്ഭുതങ്ങൾ കാണും നമ്മുടെ നേതാക്കൾ ഈ മദീനയിൽ. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ റസൂൽ എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദര്യ ബന്ധമുണ്ടാക്കി എന്നത്. സഹോദര്യ ബന്ധമുണ്ടാക്കുമ്പോഴോ പരസ്പരം വക്കാണം ഇല്ലാതിരിക്കാനും ദേഷ്യവും കോപവും ഇല്ലാതിരിക്കുവാനും പരസ്പരം ഉണ്ടാകുന്നതായ വരസലുകൾക്ക് ആദർശത്തിലൂടെ അറുതി വരുത്തുവാനും എല്ലാം സഹായകമാകും എന്നതുകൊണ്ട് തന്നെ റസൂൽ എന്ത് ചെയ്തു? മനുഷ്യ സഹജമായിട്ട് ഒരു നാട്ടുകാരൻ മറ്റൊരു നാട്ടുകാരനോട് ഉണ്ടാവാറുള്ളതായ ഈ ദേശീയത്വം പറഞ്ഞുകൊണ്ടുള്ള വെറുപ്പ്, അതുവരെ ഇസ്ലാം എന്ത് ചെയ്തു? നിർമാർജനം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നവരായ മക്കക്കാരായ മുഹാജിറുകളായ ഇസ്ലാമിൻ്റെ മുമ്പന്മാരായ മഹാത്മാക്കളാകുന്ന നേതാക്കളെ പിടിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ സ്വീകരിച്ച, നബിയെ അടങ്ങാത്ത ആവേശത്തോടു കൂടി, ആഹ്ലാദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ആഘോഷത്തോടു കൂടി മദീനയിൽ വെച്ചിട്ട് നബിയെ സ്വീകരിച്ചെല്ലാം ഒത്താശയും ചെയ്തു കൊടുത്തവരായ ആ മഹാത്മാക്കളാകുന്ന അൻസാറുകളോട് നിങ്ങളുടെ സഹോദരന്മാരാണ് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരു നിയമമുണ്ടാക്കി. ആദ്യ കാലഘട്ടത്തിലുണ്ടായ നിയമമാണ്. ഇന്ന വ്യക്തി ഇന്ന വ്യക്തിയുടെ സഹോദരൻ. എത്രത്തോളം ഈ സഹോദരൻ എന്ന ഈ നിയമം റസൂലുള്ള പ്രഖ്യാപിച്ച സന്ദർഭം മുതൽ പുതിയ നിയമം വരുന്നതിന് മുമ്പായി ആ വ്യക്തിയിൽ നിന്നിട്ട് ഒരാൾ മരിച്ചാൽ അനന്തരാവകാശം വരെ ലഭിക്കും. അത്ര വരെ ബന്ധമുണ്ടാക്കിയെടുത്തു. മുആഖാത്ത് അത്ര വലിയ ബന്ധമുണ്ടാക്കിയെടുത്തു അവർ തമ്മിൽ. പക്ഷേ ഇർസിൻ്റെയും അനന്തരാവകാശത്തിൻ്റെയും നിയമങ്ങളൊക്കെ വരുമ്പോൾ ആ മുആഖാത്തിൽ ഉണ്ടാകുന്ന ഇർസ് അവിടെ ക്യാൻസലായി. അത് വേറെ വിഷയം. പക്ഷേ ആ ആദ്യത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവൽ നിർബന്ധമായ ആ സാഹോദര്യ ബന്ധം അവർ ഈ മതത്തെ, ഈ ആദർശത്തെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. കുന്തും ഖൈറ ഉമ്മ, അതാണല്ലോ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. കുന്തും, നിങ്ങൾ ആരാണ്? ഖൈറ ഉമ്മത്താണ്, ഉത്തമ സമുദായമാണ്. എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നവരും തിന്മ ജനങ്ങളെ തൊട്ട് വിരോധിക്കുന്നവർ. അപ്പോൾ വലിയ ബാധ്യത അവരുടെ തലപ്പത്തുണ്ട്. ആ ബാധ്യത മറ്റുള്ളവരിൽ നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ പരസ്പരം എന്ത് വേണം? നല്ല അവർ തമ്മിൽ കുഴപ്പമില്ലാത്ത രൂപത്തിൽ, മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി ജീവിക്കുന്ന രൂപത്തിൽ ജീവിച്ച് കാണിക്കണം. അതിനുവേണ്ടിയുള്ള കളമൊരുക്കലായിരുന്നു റസൂലുള്ളാഹി അവരിൽ ഉണ്ടാക്കിയെടുത്തത്. മുആഖാത്ത് നടത്തി, സഹോദര ബന്ധം നടത്തി. ഈ സഹോദര ബന്ധം മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിന് കളങ്കം വരുത്താൻ സാധ്യതയുള്ളതായ മുനാഫിഖുകൾ, അതുപോലെ തന്നെ ജൂതന്മാർ, അവരെല്ലാം പിടിച്ചിട്ട് അവരുമായിട്ട് ബൈഅത്ത് നടത്തി. യുദ്ധമില്ല കരാറിൽ ഒപ്പിട്ടു, അഹദുണ്ടാക്കി, ഉടമ്പടി ഉണ്ടാക്കി. എല്ലാ നിലക്കും ഇവിടെ ഈ ഇസ്ലാം ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതായ സഹോദര ബന്ധം സ്ഥാപിച്ചുകൊണ്ട് തന്നെ പോകാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കണം. ഈ നിർബന്ധം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉണ്ടായതായി നാം ഇസ്ലാമിൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ വിശുദ്ധ മദീനയിൽ കണ്ടതാണ്. മങ്ങാതെ മായാതെ ചരിത്രത്തിന് താളുകളിൽ സ്വർണ്ണ ലിപികളെ കൊണ്ട് എഴുതപ്പെട്ടു പോയതായ മഹാസംഭവങ്ങളായിരുന്നു അത് യഥാർത്ഥത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നും നാം ഒന്നും കാട്ടിയിട്ടില്ല, നാം ഒന്നും ചെയ്തിട്ടില്ല, നാം എവിടെ സഹോദര ബന്ധം പുലർത്തി എന്ന് നമുക്ക് തോന്നും. ചില സംഭവങ്ങൾ മാത്രം ഞാൻ ഉദ്ധരിക്കാം. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മദീനയിലേക്ക് സഹാബാക്കൾ മുഹാജിറുകൾ കടന്നു വന്നപ്പോൾ റസൂലുള്ളാഹി അവരെ പിടിച്ച് പരസ്പരം സഹോദര ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ സഅദ് ഇബ്നു റബീഅ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചിട്ട് ആരുടെ സഹോദരനാണ് പ്രഖ്യാപിച്ചു? മക്കയിൽ നിന്നിട്ട് വന്നതായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ സഹോദരനാണെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ ഓരോ വ്യക്തിയും അവൻ്റെ സുഹൃത്ത് ആരാണ് എന്നത് ഇവിടെ റിക്കാർഡാക്കപ്പെട്ടു, ഇവിടെ കുറിക്കപ്പെട്ടു, ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ മഹാനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു ആ വാർത്ത അറിഞ്ഞപ്പോൾ എൻ്റെ സഹോദരനാണ് അബ്ദുറഹ്മാൻ, അഥവാ മക്കയിൽ നിന്നിട്ട് വന്നതായ അബ്ദുറഹ്മാൻ എൻ്റെ സഹോദരനാണെന്ന് അറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അത്ഭുതങ്ങളാണ് നാം കേട്ടതും കണ്ടതും. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരാണെന്ന് പ്രഖ്യാപിച്ചതായ ഈ രണ്ട് വ്യക്തികൾ പരസ്പരം ഉണ്ടാക്കിയതായ ആ സഹോദര ബന്ധത്തിന് വേണ്ടി സ്ഥാപിക്കാൻ വേണ്ടി
വേണ്ടി ഉണ്ടാക്കിയതായ മാധ്യമങ്ങൾ നമുക്ക് നമ്മുടെ നിഘണ്ടുവിൽ ചേർക്കാൻ തന്നെ പറ്റൂല, നമുക്ക് ഓർക്കാൻ തന്നെ പറ്റൂല. അതാണ്, അങ്ങനെയുള്ള സംഭവങ്ങളാണ് അവരുടെ ഇടയിൽ ഉണ്ടായതായ ബന്ധം. അത്രയും ആ ശൈലിയിലാണ് അവരതിനെ മനസ്സിലാക്കിയത് എന്നർത്ഥം. എന്താണത്? സഅദ് പറയുന്നു അബ്ദുറഹ്മാനോട്, അബ്ദുറഹ്മാനെ, നീ എൻ്റെ സഹോദരനാണ് ഇന്നു മുതൽ. അതുകൊണ്ട് എനിക്ക് ഇന്ന തോട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തോട്ടങ്ങൾ അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. നിങ്ങളതിൽ ബിസിനസ് നടത്തിക്കോളീൻ, നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാം. മനസ്സിലായില്ലേ? ആ മഹാനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു തആല അൻഹു മദീനവാസിയാണ്, അൻസാരിയാണ്. അപ്പോൾ മദീനവാസിയും അൻസാരിയുമായതോടൊപ്പം നല്ല സമ്പത്തുള്ള തോട്ടത്തിൻ്റെ കൃഷിയുടെ ഉടമയാണ് എന്നതുകൊണ്ട് തന്നെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ, വിദേശത്ത് നിന്ന് വന്നൊരു മനുഷ്യനല്ലേ, മക്കക്കാരനല്ലേ, അദ്ദേഹം എൻ്റെ സഹോദരനാണെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യം എന്തെങ്കിലും ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം എന്ന് കരുതിയതല്ല. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ തന്നെ പകുതി നിങ്ങൾക്ക്, പകുതി എനക്ക് എന്ന് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, എനിക്ക് 2 ഭാര്യയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നിഘണ്ടുവിൽ കയറൂല, നമ്മുടെ നിഘണ്ടുവിൽ, നമ്മുടെ ബുദ്ധിയിൽ, നമ്മുടെ ഗവേഷണത്തിൽ, നമ്മുടെ ചിന്തയിൽ കടക്കൂല. കാരണം 2 ഭാര്യ എനിക്കുണ്ട്. അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാര്യയെ നിങ്ങൾ സെലക്ട് ചെയ്തോളി, ഞാൻ അതിനെ തലാഖ് ചെല്ലാൻ തയ്യാറാണ്. നിങ്ങൾ എൻ്റെ സുഹൃത്തായതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എൻ്റെ ഭാര്യയെ ഞാൻ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിക്കാം. ആ രൂപത്തിൽ എന്തേ അവരുടെ പട്ടികയിൽ, നമ്മുടെ പട്ടികയിൽ നാം ചിന്തിക്കുന്ന ചിന്താഗതികളല്ല കടന്നുകൂടിയത്. അവരുടെ പട്ടികയിൽ ഈ ഇസ്ലാമിക സഹോദര്യ ബന്ധം എന്നതുകൊണ്ട് വിവക്ഷ, അത് എല്ലാം ആ സഹോദരന് വേണ്ടി അർപ്പിക്കലാണ് എന്നാണ് സഅദ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് അതിന് പരിഗണന നൽകി. അതേ സമയത്ത് ഭൗതികമായ ആസ്വാദനങ്ങൾക്ക് ഒരു പരിഗണനയും നൽകിയില്ല. അതാണ് സഅദ് കാട്ടിയത്. സുബ്ഹാനല്ലാഹ്, ഇത് ബുഖാരി പൊടി ചെയ്യുന്ന ഹദീസാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ മഹാനായ, നിങ്ങൾ ഒരു പക്ഷേ കേൾക്കുമ്പോൾ തോന്നും ചാൻസ് അല്ലേ എന്ന് അബ്ദുറഹ്മാൻ മനസ്സിലാക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് സ്വർഗത്തിലെ ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് കരഗതമാക്കിയ, ഭൂമിയിൽ നിന്നിട്ട് തന്നെ പ്രഖ്യാപിക്കപ്പെട്ട 10 പേരുണ്ട്. ആ 10 പേര് അതിന് അർഹരായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെയുള്ള പ്രഖ്യാപനം വന്നത് തന്നെ. അവരുടെ ഹിസ്റ്ററി ആഴത്തിലിറങ്ങി വിശദമായി നാം പലപ്പോഴും പല കാലഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും, വാസ്തവത്തിൽ ഇവരുടെ ഈ അർപ്പണ ബോധത്തോടു കൂടിയുള്ളതായ ഇസ്ലാമിന് വേണ്ടിയുള്ള സമർപ്പണം ആ ആദ്യ കാലഘട്ടത്തിൽ ചെയ്തതിലൂടെ അവർക്ക് നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പോകാനുള്ളതായ സർട്ടിഫിക്കറ്റ് ഭൂമിയിൽ നിന്ന് തന്നെ കൊടുക്കാനുള്ള അർഹതയുള്ളവരാണ് എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. ആ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് മദീനയിലേക്ക് എത്തിയപ്പോൾ മക്കയിലൊക്കെ അവരാൽ സാധിക്കുന്ന എല്ലാം സമർപ്പിച്ച് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നാടും വീടും വീട്ടുകാരെയും നാട്ടുകാരെയും സമ്പത്തും ഒഴിവാക്കി വന്നതായ ആ സഹാബാക്കളുടെ കൂട്ടത്തിൽ, ആ മുഹാജിറുടെ കൂട്ടത്തിലൊരു വ്യക്തിയായിരുന്നു ആര്? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. പറയുന്നു, സുഹൃത്തെ, നിങ്ങളുടെ സമ്പത്തുകളൊക്കെ നിങ്ങൾക്ക് തന്നെ, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല തോട്ടം കിട്ടിയല്ലേ, മക്കത്ത് തോട്ടം ഇല്ലല്ലോ, ഇവിടെ ഈത്തപ്പഴയുടെ തോട്ടത്തിന് ഉടമയായി ഞാൻ മാറിയല്ലേ എന്ന് മനസ്സിലാക്കിയിട്ടായിക്കോട്ടെ എന്ന് കരുതിയതല്ല. മറിച്ച് മൂപ്പര് പറയാണ്, അള്ളാഹു നിങ്ങളുടെ സമ്പത്തുകളിൽ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ ബിസിനസ്സിൽ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കൃഷിയിൽ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. അതൊന്നും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഭാര്യയിലും നിങ്ങളുടെ മക്കളിലും സന്താനങ്ങളിലും കുടുംബത്തിലും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ, അതിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് മദീന പട്ടണം കാണിച്ചെന്നാൽ മതി. മദീനയുടെ പട്ടണം എവിടെയാണ്? ഞാൻ ഈ നാട്ടുകാരനല്ലോ, ഞാൻ വിദേശിയാണല്ലോ, അതുകൊണ്ട് ഇവിടെയുള്ള പട്ടണം കാണിച്ചെന്നാൽ മതി, പിന്നെ ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. അങ്ങനെ മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു പട്ടണത്തിൽ പോയി അവിടെ കച്ചവടം ചെയ്യാൻ ആരംഭിച്ചു. അല്പം ദിവസങ്ങളിലൂടെ മഹാനായ അബ്ദുറഹ്മാൻ ഔഫിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്തു. അള്ളാഹിൻ്റെ ബർക്കത്ത് അത് വലിയൊരു സ്പെഷ്യലാണ്. അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമല്ല. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ്, നമ്മുടെ ഭൗതിക പ്ലാനിങ് പരിപാടിയിൽ നിന്നിട്ട് വിട്ടുകിടക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്പെഷ്യൽ അനുഗ്രഹം ചെയ്തു കൊടുക്കും. ആ ചെയ്തു കൊടുത്തതാണ് അബ്ദുറഹ്മാന് ലഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് ബിസിനസ്സിൽ നല്ല അല്പകാലങ്ങളിലൂടെ തന്നെ അദ്ദേഹത്തിന് വിജയം കൈവരുത്താൻ പറ്റി. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അഖിത്തുണ്ടായി. അഖിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്?
പാൽക്കട്ടി. പാലിനെ ഉണക്കി ഉറപ്പിച്ച് അറബികൾ ഇവിടെ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് അവരുടെ ഭക്ഷണമാണ്, മെയിൻ ഭക്ഷണത്തിൽ പെട്ടതായിരുന്നു പണ്ട്. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ കൂട്ടത്തിൽ അക്കിത്ത് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അത് ഒട്ടകത്തിൻ്റെ പാല് അല്ലെങ്കിൽ ആടുകളുടെ പാലൊക്കെ കട്ടിയാക്കുക, അതിനെ കട്ടിയാക്കി ഉറപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭക്ഷണമാക്കി മാറ്റുക, അതിനെ കടിച്ചിങ്ങനെ തിന്നുക. കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അല്ലേ? സാധനം കണ്ടിട്ടുണ്ടായിരിക്കും. കുറേ അഖിത്ത് അദ്ദേഹം ശേഖരിച്ചു, അതുപോലെ തന്നെ കുറേ നെയ്യും ശേഖരിച്ചു. അപ്പോൾ നെയ്യ് ബിസിനസ്സുകാരനും അഖിത്ത് ബിസിനസ്സുകാരനുമായി മാറി. അങ്ങനെ മഹാനായ റസൂലുള്ളാഹിയുടെ മുമ്പിൽ അദ്ദേഹം വിട്ടുകിടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ഈ കല്യാണം കഴിച്ചവരുപയോഗിക്കുന്നതായ ആ സുഗന്ധ ദ്രവ്യം അദ്ദേഹത്തിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശ്വസിക്കാൻ സാധിച്ചപ്പോൾ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ കല്യാണം കഴിച്ചോ? അപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, അതേ റസൂലേ, കല്യാണം കഴിച്ചു ഞാൻ. എന്താണ് കൊടുത്തത്? ചോദിച്ച ചോദ്യം തന്നെ ഞാൻ പറയാം, മഹിയം എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആ പദപ്രയോഗം ഇവിടെ ഹിജാസികൾ ഉപയോഗിക്കുന്ന മക്ക, മദീന, തായിഫ്, ജിദ്ദ എന്നീ നാട്ടിൻ്റെ പേരാണ് ഹിജാസ്. ഹിജാസുകാർ ഉപയോഗിക്കുന്ന പദമല്ല അത്. പിന്നെയോ യമനികൾ ഉപയോഗിക്കുന്ന പദമാണത്, മനസ്സിലായില്ലേ? യമനികൾ ഉപയോഗിക്കുന്ന പദം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചു, മഹിയം യാ അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാനെ എന്താ വർത്തമാനം? സംഗതിക്ക് സുപരിചിത അർത്ഥമാണ്, പക്ഷെ പദം യമനികൾ ഉപയോഗിക്കുന്ന പദമാണ്. മഹിയം യാ അബ്ദുറഹ്മാൻ എന്ന് ചോദിച്ചു. അഥവാ എന്താണ് വർത്തമാനമൊക്കെ? കാരണം വാസന ശ്വസിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് തോന്നി മൂപ്പരാള് മാറിയിട്ടുണ്ട്, മൂപ്പര് പുതിയാപ്പിളയായി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ റസൂലുള്ളാഹിയോട് അദ്ദേഹം മറുപടി പറഞ്ഞു, അതേ റസൂലേ, ഞാൻ കല്യാണം കഴിച്ചു എന്ന്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണ് കല്യാണം കഴിച്ചപ്പോൾ നിങ്ങൾ കയ്യിലൊന്നുമില്ലാത്ത മനുഷ്യനല്ലേ, നിങ്ങൾ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മനുഷ്യനായ വ്യക്തിയല്ലേ, മക്കത്തുനിന്ന് വന്നപ്പോൾ നിങ്ങൾ മുഹാജിരീങ്ങളിൽപ്പെട്ട ആളല്ലേ, നിങ്ങളുടെ കൂടെ ഇവിടുന്ന് കാശുണ്ടായത് ഇത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ എന്താണ് നിങ്ങൾ മഹർ കൊടുത്തതെന്നാ ചോദ്യം റസൂലിൻ്റെ. അപ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞു, ഉസ്നുൻ നവാഹ് മിൻ ദഹബ്, സ്വർണത്തിൻ്റെ ഒരു ഈത്തപ്പഴത്തിൻ്റെ അകത്തുള്ള കൊട്ടയുണ്ടല്ലോ, നിങ്ങൾ കൊട്ടാന്ന് പറയില്ല, കുരുവിൻ്റെ അത്ര വലിപ്പമുള്ള സ്വർണം ഞാൻ കൊടുത്തു എന്ന് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുകയുണ്ടായി. റസൂലുള്ളാഹി പറഞ്ഞു, അതുപോരാ, ഔലിം, നിങ്ങൾ ഒലീമയും നൽകണം. ഒലൂബിഷ, ഒരാടർത്തിട്ടാണെങ്കിലും എന്ത് വേണം? ഒലീമ കൊടുക്കണം. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ കല്യാണം കഴിച്ചു എന്നത് ഇപ്പോൾ വാസനദ്രവ്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയാൽ പോരാ, മറിച്ച് അതിനൊരു പരസ്യമാക്കലുണ്ടാവണം. അത് ഇസ്ലാമിലൊരു നിർബന്ധ വശമാണ്. എന്ത്, ഒരാണ് കല്യാണം കഴിച്ചു എന്നത് എല്ലാവരും അറിഞ്ഞില്ലെങ്കിൽ സംശയിക്കൂലേ മനുഷ്യനെ? എവിടേക്ക് അവിടെ ഞാൻ പോകുന്നത്, അവളും അവനുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കൂലേ? അപ്പോൾ ഈ ബന്ധം ജനങ്ങൾ അറിയണം. അതിൻ്റെ പേരാണ് ഈ എലാൻ, പരസ്യപ്പെടുത്തുക. ഈ പരസ്യപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് എന്ത്, ഒരാടെങ്കിലും, ഏറ്റവും ചുരുങ്ങിയാൽ ഒരാടെങ്കിലും അറുത്തിട്ട് എന്ത് ചെയ്യുക? ഒലീമ നടത്തുക, സദ്യ നടത്തുക എന്ന്. നമ്മുടെ വിഷയം എന്താണ്? മുആഖാത്ത് എന്നതാണ്. സഹോദര ബന്ധം പുലർത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്റ്റഡി നൽകി പഠിപ്പിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹാജിറുകളും അൻസാറുകളുമായി ഉണ്ടാക്കി കൊടുത്തതായ ആ സ്പെഷ്യൽ മുആഖാത്തിലൂടെ അവർ നേടിയെടുത്ത നേട്ടങ്ങളുടെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന, ബുഖാരിയിൽ 3937, മുസ്ലിമിൽ 1437 ഈ ഹദീസിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാൻ സാധിച്ചത്. വേറൊരു സംഭവം കൂടി പറയാം, നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റയുടെ എത്രാമത്തെ വർഷത്തിലാണ് ബദർ യുദ്ധമുണ്ടായത്? നിങ്ങളോടൊക്കെ ചോദിക്കേണ്ട ആവശ്യമില്ല, ഹാജിമാരല്ലല്ലോ. ബദർ യുദ്ധം 2ാമത്തെ വർഷം, ഹിജ്റയുടെ 2ാമത്തെ വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം നടത്തിയപ്പോൾ ഇവിടെ ഈ മുആഖാത്തിലൂടെ വന്ന ഉടനെ തന്നെയുള്ള ദിവസങ്ങളിലാണ് മുആഖാത്ത് ഉണ്ടായത്, സഹോദര്യ ബന്ധമുണ്ടായത്. അങ്ങനെ ഇവിടെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി വാർത്തെടുക്കാൻ സാധിച്ചു നല്ലൊരു വിഭാഗം ധീരയോദ്ധാക്കളെ. ആരിൽ നിന്നിട്ട്? അൻസാറുകളിൽ നിന്നിട്ട്. അൻസാറുകൾ യുദ്ധം ചെയ്തിട്ട് ഇവിടെ പ്രാക്ടീസ് ഉള്ളവരാണ്, തമ്മിൽ കുത്തിത്തല്ലി അൻസാറുകൾ. പക്ഷെ മുസ്ലിങ്ങളായപ്പോൾ അവരാൾ മാറി.
അവരാൾ മാറി. അതേസമയത്ത് അവർക്കുണ്ടായിരുന്ന ആ പ്രാക്ടീസ്, ആ കഴിവ്, ആ കൽപ്പനി ഇസ്ലാമിൽ ഉപയോഗപ്പെടുത്തണം. പക്ഷെ റസൂലിൻ്റെ കസ്റ്റഡിയിൽ മക്കയിൽ വെച്ചിട്ട് മുഹാജിറുകളായി വന്നവരാണെങ്കിലോ പറഞ്ഞറിയിക്കേണ്ടതില്ല, അവർ ധീരയോദ്ധാക്കളാവാൻ റസൂലുള്ളാഹിന്റെ കസ്റ്റഡിയിൽ ട്രെയിനിങ് നേടി നല്ല ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയവരാണ്. നമുക്കറിയുന്നത് പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വന്ന മുഹാജിറുകൾ എന്നിട്ട് പേരെടുത്ത പേരും പെരുമയുള്ളതായ നേതൃത്വങ്ങളായിരുന്നു ബദ്ർ യുദ്ധത്തിൽ പേരും പെരുമയുള്ളവരായി മാറിയത് എന്നത് പോരാട്ടത്തിൽ അതിനുള്ള കൽപ്പും കഴിവുള്ളവരാക്കി മക്കയിൽ നിന്നിട്ട് ട്രെയിനിങ് നൽകി റസൂല് മാറ്റിക്കൊടുത്ത് കാണും. ഇല്ലെങ്കിൽ ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് അറബികൾ ഇങ്ങനെ 1000 പേര് വെല്ലുവിളിക്കുമ്പോൾ ആരടോ ഞങ്ങളോട് ചോദിക്കാൻ, ആരാണ് ഞങ്ങളോട് പോരാടാൻ? അറബികൾ ഈ ധീരയോദ്ധാക്കളാണ്. പണ്ട് തന്നെ ചരിത്രത്തിൽ അറബികളെപ്പോലത്തെ ധീരതയിൽ അറിയപ്പെട്ടവർ ഉണ്ടായിട്ടില്ല എന്നാണ്. അറബികൾ ഈ പോരാട്ടത്തിൽ ധീരതയിൽ തുല്യതയില്ലാത്തവരാണ്. എന്താണ് തുല്യതയില്ലാത്തവരാണ്? അതുല്യരാണ്. അതുല്യ രൂപത്തിലുള്ളതായ സമർപ്പണം നടത്തുന്നവരും കൂടിയാണ്. അതുകൊണ്ടാണല്ലോ ഇവിടെ 40ഓളം വർഷങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. യുദ്ധം ചെയ്ത് ഇവിടെ മദീനക്കാരെ ഔസും ഖദ്റജികളൊക്കെ അറബികളാണ്. എന്നിട്ട് എന്തിനാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ തുടങ്ങിയത് എന്നത് പിന്നെ 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് പോർക്കളത്തിൽ ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു ഉന്മേഷവും ആവേശവുമാണ് അവർക്ക്. ഹിവായ എന്ന് പറയും അറബി ഭാഷയിൽ. പോരാടണം, യുദ്ധം ചെയ്യണം, ധീരത സ്ഥാപിച്ചു കൊടുക്കണം, മറ്റുള്ള വ്യക്തിയുടെ മുമ്പിൽ അത് പ്രകടമാക്കണം. അതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ധീരതയോട് കൂടി ആദ്യമായിട്ട് പോരാടാൻ മത്സരിക്കാൻ വ്യക്തിയോട് പോരാടിയ ശേഷമാണ് യുദ്ധം പൊടിമാറുക, യുദ്ധം വികസിക്കുക, യുദ്ധം വ്യാപകമാവുക. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി ആരാണ് എന്നോട് പോരാടാനുള്ളത് എന്ന് അവിടുന്ന് ചോദ്യം വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെ തെരഞ്ഞെടുത്തത്? ബദർ യുദ്ധം കേട്ട് പരിചയമുണ്ടല്ലോ, നമ്മുടെ വിഷയമല്ല. ആരെയാണ്? അലി ഇബ്നു അബി താലിബിന്. റസൂലുള്ളാഹിന്റെ കൂടെ വീട്ടിൽ കുട്ടിയായ സന്ദർഭത്തിൽ ഇസ്ലാം മതം വിശ്വസിച്ച് ട്രെയിനിങ് നേടിയ ധീര യോദ്ധാവിനെ അറിയാം. അദ്ദേഹത്തിന് നിലം പതിപ്പിക്കാൻ പറ്റുന്ന ആളാണ്. അത് ആ ചോദിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ 10 ആൾക്ക് പോരാടാൻ പറ്റാത്ത രൂപത്തിലുള്ള ധീര യോദ്ധാവാണ് ചോദ്യം ചോദിക്കുന്നത്. അതിന് മറുപടി പറയാൻ പറ്റുന്ന വ്യക്തിയായിട്ട് റസൂൽ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? മഹാനായ അനല്ലദീ സമ്മത്നി ഉമ്മി ഹൈദറ, എന്നെ എൻ്റെ ഉമ്മ പേര് വെച്ചത് തന്നെ സിംഹം എന്നാണെന്ന് പറഞ്ഞ ആ മഹാനായ ഹൈദർ അഥവാ അലി ഇബ്നു അബി താലിബിനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള നേതാക്കൾ ഇവിടെ വരുന്ന വേളയിൽ അവരുടെ ഇടയിൽ സഹോദര ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാക്ടീസ് നൽകിയത് കാരണത്താൽ അവർ ബദർ യുദ്ധത്തിലേക്ക് എത്തിയപ്പോൾ ബദർ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത്? പലപ്പോഴും നിങ്ങൾ കേട്ട സംഭവമാണെങ്കിലും സാന്ദർഭികമായിട്ടും അതേ സമയത്ത് ഇങ്ങനെയുള്ള വിഷയത്തോട് ബന്ധമുള്ള അഥവാ ഉഹുവത്തുമായിട്ട് സഹോദര ബന്ധം പറയുമ്പോൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് മടക്കി പറയുന്നു. പോർക്കളത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ധാരാളം പേരെ മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്തു. എത്ര പേരുണ്ട് അറസ്റ്റിൽ? 70 പേരുണ്ട് അറസ്റ്റിൽ, അല്ലേ? അറസ്റ്റ് ചെയ്തു. അപ്പോൾ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ സഹാബി ഓരോ സത്യനിഷേധിയെ പിടിച്ച് ബന്ദ് ചെയ്തിട്ട് കൊണ്ടുവരലാണ്. മനസ്സിലായില്ലേ? ബന്ദ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ വ്യക്തിക്ക് സലഭൊക്കെ കിട്ടും, അദ്ദേഹത്തിൻ്റെ അവകാശമൊക്കെ കിട്ടും ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ചിട്ട്. അങ്ങനെ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ കാണുകയുണ്ടായ ഒരു അൻസാരിയെ, അദ്ദേഹത്തിൻ്റെ സഹോദരനാകുന്ന അബൂ അസീസ് എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ച് കെട്ടുന്നതായിട്ട് അറസ്റ്റ് ചെയ്യാണ്. അബൂ അസീസ് അമുസ്ലിമാണ്, അദ്ദേഹം ശിർക്കിലാണ്, ഇസ്ലാമിലല്ല. അദ്ദേഹം അമുസ്ലിങ്ങളോട് കൂടി മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിനെ പിടിച്ച് ബന്ദ് ചെയ്തുകൊണ്ട് കെട്ടാണ്. കെട്ടുന്ന സന്ദർഭത്തിൽ മുസ്അബ് വിട്ടുകിടക്കാണ്. മുസ്അബ് എന്താ പറഞ്ഞത്? ശുദ്ധ വഥാഖ, ശരിക്കും മുറുക്കി കെട്ടിക്കുമെന്ന്. മനസ്സിലായില്ലേ? എന്നിട്ട് കൂട്ടിച്ചേർക്കാണ് ലഅല്ല ഉമ്മഹു ദാതു മതാഇൻ, അവരുടെ ഉമ്മ, മൂപ്പൻ്റെ ഉമ്മയാണ്, പക്ഷെ മൂപ്പൻ്റെ ഉമ്മയാണെങ്കിലും മൂപ്പനെ പിടിച്ച് നന്നായി ശിക്ഷിച്ച ഉമ്മയാണ്. അതുകൊണ്ട് അവിടെ സഹോദരനിലേക്കാണ് ചേർത്ത് പറയുന്നത്. അവൻ്റെ ഉമ്മ മൂപ്പരുടെ ഉമ്മയാണ്. മനസ്സിലായില്ലേ? അവൻ്റെ ഉമ്മ നല്ല കാശുള്ളവളാണ്, നല്ല സാമ്പത്തിക ശേഷിയുള്ളവളാണ്. അതുകൊണ്ട് അവൾക്ക് ഇവനെ ഇവിടെ നിന്ന് ഈ അറസ്റ്റിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ ആ ഉമ്മയുടെ കാശ് ഈ അൻസാരിക്ക് കിട്ടിയേക്കാം. അൻസാരോട് പറയാണ്, നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ചാൻസാണ്, ഉപയോഗപ്പെടുത്തിക്കോ. കാരണം ആ മനുഷ്യൻ്റെ ഉമ്മ നല്ല കാശുള്ള ആളാണ്. അങ്ങനെ 40,000 ദിർഹം കൊടുത്തിട്ടാണ് അബൂ അസീസിനെ മോചിപ്പിച്ചത്. ആര്? മുസ്അബിൻ്റെ ഉമ്മ. മുസ്അബിൻ്റെ ഉമ്മ. മനസ്സിലായില്ലേ? ഈ മുസ്അബിൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അബൂ അസീസ് എന്ന് പറയുന്നവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ശുദ്ധ വസാഖ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി,
ഹാദിഹി വിസാതുക അല്ലെങ്കിൽ വിസായതുക ബി ഇന്നത്തെ ഇവിടുത്തെ ഭാഷയിൽ ഈ ചോരബന്ധത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ. നാം തമ്മിൽ ചോരബന്ധമുള്ള ആളല്ലേ, നീ എൻ്റെ സുഹൃത്ത്, ഞാൻ നിൻ്റെ സുഹൃത്ത്. ചോരബന്ധമുള്ള വ്യക്തിയാകുമ്പോൾ അതിനൊരു അവകാശമുണ്ടാവുമല്ലോ. അതാണോ നീ കാണിച്ചത് എന്ന് ചോദിച്ചു. ആര്? അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയായ അബു അസീസ് ചോദിച്ചു. ആരോട് ചോദിച്ചു? മുസ്അബിനോട് ചോദിച്ചു. അപ്പോൾ മുസ്അബ് പറയുകയുണ്ടായി, ഹാദാ അഖി ദൂനക്, നീയല്ല എൻ്റെ സുഹൃത്ത്, ഇദ്ദേഹമാണ് എൻ്റെ സുഹൃത്ത്. അൻസാരിയാണ്, നീയല്ല എൻ്റെ സുഹൃത്ത്. കാരണം ആദർശത്തിൽ സുഹൃത്ത് ഇവനാണ്. ചോരബന്ധത്തിന് ഒരു പ്രത്യേകതയും എന്തില്ല, ഇസ്ലാമിലില്ല. ചോരബന്ധം ഏറ്റവും കൂടുതൽ അബൂബക്കറിനേക്കാളും ചോരബന്ധം ആർക്കുള്ളത്? അബൂ താലിബിനാണ്. അബൂ താലിബിനെ കുറിച്ച് നമുക്കറിയാം ആരാണ് സാധനം. ഇസ്ലാമിൻ്റെ ആദർശം അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് സഹീഹ് ഹദീസിൽ ബുഖാരിയിൽ തന്നെ നരകത്തിൽ പോകുന്ന വ്യക്തിയാണ്. പക്ഷേ റസൂലുള്ളാഹിയുടെ ശഫാഅത്ത് അല്ലാഹ് സ്വീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും നരകത്തിൽ പോകുന്നവരിൽ ഏറ്റവും ശിക്ഷ ചുരുങ്ങിയ വ്യക്തിയായിട്ടാണ് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുന്നത്. നരകത്തിൽ ഒരു തീയാലുള്ള ചെരുപ്പ് മാത്രമാണ് അബൂ താലിബിന് നൽകുക. അല്ലെങ്കിൽ ഫി ലഹ്ലാഹിം മിനന്നാർ. ലഹ്ലാഹ് എന്ന് പറഞ്ഞാൽ ഈ തിരമാലകളുണ്ടല്ലോ, സമുദ്രത്തിൻ്റെ തിരമാലകൾ ഇങ്ങനെ ശക്തിയായിട്ട് വന്നിട്ട് വേഗോട്ട് പോകുമ്പോൾ അവസാനം ഉണ്ടാകുന്നതാണ് ലഹ്ലാഹ്. അതുപോലെ നരകത്തിൻ്റെ ഒരു ഇത് മാത്രം. പക്ഷേ ആ ചെരുപ്പിലൂടെ അതിലൂടെ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പതക്കുമെന്നാണ്. തലച്ചോറ് പതക്കും, അതിന് മാത്രമുള്ളതാണ് നരകത്തിൻ്റെ ശിക്ഷ. അങ്ങനെയുള്ള അബൂ താലിബിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഉണ്ടായതായ ചോരബന്ധം നമുക്കറിയാം. അതിനൊരു വിലയും ഇസ്ലാമിൽ ഉണ്ടായില്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ചോരബന്ധവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ്. ഭൂമിയിൽ ജീവിച്ച ഷിട്ടികളിൽ റസൂലുള്ളാഹിൻ്റെ അനുചരന്മാരിൽ റസൂലിനോട് അങ്ങേയറ്റം കടപ്പെട്ട വ്യക്തിയായിരുന്നു ആര്? മഹാനായ അബൂബക്കർ സിദ്ദീഖ്. എന്തേ? ആദർശത്തിൽ അത്രയും കൂടുതൽ റസൂലുമായുള്ള പങ്ക് വെച്ചതുകൊണ്ടും അതിന് ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ സാധിച്ചതുകൊണ്ടും എന്നർത്ഥം. അള്ളാഹു അവരോടൊപ്പം നമ്മെ സ്വർഗ്ഗത്തിൽ ലഭിച്ചു കൂട്ടട്ടെ. സഹോദരന്മാരെ, അപ്പോൾ ഈ രണ്ട് ഉദാഹരണത്തിലൂടെ സഹോദര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കൾ നമുക്ക് പാഠം പഠിപ്പിച്ച ശൈലിയാണ് നാം കേട്ടത്. ആദ്യം പറഞ്ഞ സംഭവത്തിലൂടെ സഅദ് ഇബ്നു റബീഅ എങ്ങനെയാണ് സഹോദര ബന്ധം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോടൊപ്പം നടപ്പാക്കിയത് എന്ന് നാം കേട്ടു. ഇവിടെ സഹോദര ബന്ധത്തിൻ്റെ വില എത്രമാത്രമുണ്ട് ഇസ്ലാമാകുമ്പോൾ, മുസ്ലിമാകുമ്പോൾ ആദർശത്തിലൂടെ എന്നത് പഠിപ്പിച്ചു മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ടാണ് അവരൊക്കെ നമ്മേക്കാളും കൂടുതൽ അറിഞ്ഞ് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് ഫിറ്റാക്കിയവരാണ് സഹാബാക്കൾ. എന്തിന്? റസൂലുള്ളാഹി പറഞ്ഞ വാക്കിന് ബുഖാരിയിലുള്ള മുസ്ലിമിലുള്ള വാക്കാണ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നമുക്കൊക്കെ മനപ്പാടമുള്ള ഹദീസാണ്. നിങ്ങൾ എന്നിട്ട് ഒരാളും പരിപൂർണ മുസ്ലിമാകുന്നതല്ല ഏതുവരെ ഹത്താ യുഹിബ്ബ ലി അഖീഹി, അവൻ്റെ സ്വന്തം സുഹൃത്തായ ആദർശബന്ധമുള്ള സുഹൃത്ത്, ആ സുഹൃത്തിനെ ഇഷ്ടപ്പെടുന്നത് വരെ. എന്തിനെ? നിനക്ക് അവന് സ്വന്തം ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങളെ സഹോദരനെ ഇഷ്ടപ്പെടുന്നത് വരെ എന്ത് സംഭവിക്കുന്നതല്ല? പരിപൂർണ മൂമിനാകുന്നതല്ല. നാം നമ്മുടെ സഹോദരന് സഹോദര ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളത് അവൻ ഇഷ്ടപ്പെടാത്ത കാലത്തോളം അങ്ങനെ സ്ഥാപിച്ച ആളായി മാറൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ബുഖാരിയിലാണ് സംഭവം, മുസ്ലിമിലാണ്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ളതായ ഭാഗമാണ്. ഇത് മഹാനായ അനസ് എങ്ങനെയാണ് നടപ്പാക്കിയെന്ന് അറിയാമോ? അനസ് റളിയല്ലാഹു തആല അൻഹു ഒരവസരത്തിൽ ഒരു സഹാബിയുമായിട്ട് ബിസിനസ്സിന് വേണ്ടി പട്ടണത്തിൽ പോയിട്ട് മുസാവ നടത്താണ്. മുസാവ എന്ന് പറഞ്ഞാൽ വില പേശാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ഉദാഹരണത്തിന് 100 ദിനാർ പറഞ്ഞു. അപ്പോൾ ഇയാൾ അനസിനോട് സഹാബി പറയാണ്, ഈ സാധനത്തിന് ഉദാഹരണമാണ് കേട്ടോ, 100 ദീനാറാണ് അല്ലെങ്കിൽ 100 ദിർഹമാണ്. അപ്പോൾ അനസ് പറഞ്ഞു, 100 120 ആയിക്കോട്ടെ. അപ്പോൾ മൂപ്പര് അത്ഭുതപ്പെട്ട്, ഞാൻ പറഞ്ഞത് 100 ആകുമ്പോൾ അയാൾ പറഞ്ഞത് 80 എന്നല്ലേ? അയാളത് 120 എന്ന് പറയാൻ കാരണം മനസ്സിലായില്ലേ? അപ്പോൾ ആ സഹാബി ചോദിക്കുകയാണ്, നിന്നെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ്? എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത് ഈ വില കൂട്ടാൻ, വില കുറക്കുന്നതിന് പകരം കൂട്ടാൻ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കേട്ടിരുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങൾ എന്നിട്ട് ഒരാൾ സത്യവിശ്വാസി ആവണമെങ്കിൽ സ്വന്തം ശരീരത്തിന് ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ ഞാൻ അതിന് വില കാണുന്നു നിങ്ങളുടെ സാധനത്തിന്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കൊട്ടിപ്പറഞ്ഞത് എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അപ്പോൾ നാം
കുറക്കുന്ന പോകട്ടെ, അവകാശപ്പെട്ടതും കൊടുത്താൽ മതി, കൊടുക്കേണ്ടതെങ്കിലും കൊടുത്താൽ മതി അല്ലേ. പകുതി കൊടുത്ത് ബാക്കി പകുതി അടുത്ത കൊല്ലത്തിൽ ആവാമെന്ന് വെക്കുക, പിന്നെ ആളെ കാണാനേ ഇല്ല. അങ്ങനെയുള്ളതാണ് ഇന്നത്തെ സ്ഥിതി. നമുക്കറിയാവുന്നത് പോലെ പലരുടെയും പറഞ്ഞു വരുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ച പഠിപ്പിച്ച ആ സഹോദര ബന്ധത്തെ സഹാബാക്കൾ മനസ്സിലാക്കി പഠിച്ചു, അത് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് നാം ഈ ശൈലി അനസ് ഇബ്നു മാലിക്കിൽ നിന്നിട്ട് കാണാൻ കാരണം. ഹദീസ് ബസ്സാസ് റിപ്പോർട്ട് ചെയ്യുന്നു, ഹൈസമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, റിജാലുഹു റിജാലു സഹീഹ്, സഹീഹിൻ്റെ റിജാലാണ്, റിപ്പോർട്ടകന്മാരാണ് ആ ഹദീസിൻ്റെ റിപ്പോർട്ടകന്മാർ എന്ന്. അപ്പോൾ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ എന്ന ആ ആയത്ത് ശരിക്ക് പകർത്തിയ ശൈലിയാണ് നാം കേട്ടത്. ഒന്നുകൂടി പറഞ്ഞു കളയാം. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആഖാത്ത് നടത്തിയപ്പോൾ, സഹോദര ബന്ധം സ്ഥാപിച്ചപ്പോൾ, രണ്ടാളുടെ ഇടയിലാണല്ലോ സഹോദര ബന്ധം. അതിൽ സൽമാനുൽ ഫാരിസി, എല്ലാവർക്കും പരിചയമുള്ള സൽമാനുൽ ഫാരിസി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അബൂ ജുഹൈഫ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മഹാനായ സൽമാൻ അൽ ഫാരിസി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാനോട് നിങ്ങളുടെ സഹോദരനാണെന്ന് പറഞ്ഞു. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു. അബൂദർദാ സഹാബാക്കളുടെ കൂട്ടത്തിൽ സാഹിദായിരുന്നു. സഹാബാക്കളുടെ കൂട്ടത്തിൽ ആരായിരുന്നു? സാഹിദായിരുന്നു. സഹാബാക്കൾ മുഴുവനും സാഹിദീങ്ങൾ തന്നെയാണ്. പക്ഷേ അത് തുറിച്ച് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. സാഹിദ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയാലോ. നമ്മുടെ ഖൗമ അറിവില്ലാത്തവർ സൂഫികൾ എന്നൊക്കെ പറയും. ഇസ്ലാമിൽ ആ പദത്തിന് യാതൊരു പരിഗണനയും നൽകുന്നില്ല. കാരണം സൂഫി എന്ന് പറഞ്ഞാൽ ഉളൻ എന്നാണ് അർത്ഥം. ഉളനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ സൂഫിസം എന്നത് സൂഫിലേക്ക് അങ്ങനെയുള്ളവരെ ചേർത്ത് പറയൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അതിനൊരു വിലയില്ല. കാരണം അവരുദ്ദേശിക്കുന്നത് സഫ ആയിരിക്കാം. സഫ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നതാണ്, ക്ലിയറിങ്, നിഷ്കളങ്കത. അപ്പോൾ സഫ എന്നതിൽ നിന്നിട്ടല്ല സൂഫ് ഉളനിൽ നിന്നിട്ടാണ്. എവിടുന്നാണത് വന്നത്? അത് അമിത സൂഫിസത്തിൻ്റെ ഉടമകൾ തരീഖത്തിൻ്റെ ശേഖന്മാരൊക്കെ അവിടുന്ന് ഉടലെടുത്തതാണ്. ഈ തരീഖത്തിൻ്റെ ശേഖന്മാരുടെ നിഗമനത്തിൽപ്പെട്ടതാണ് എന്ത്? ഇഅ്തിസാൽ, ജനങ്ങളിൽ നിന്നിട്ട് വെടിയുക, ഒറ്റപ്പെട്ട് നിൽക്കുക, സൗമ്യത്തിൻ്റെ അകത്ത് കഴിഞ്ഞുകൂടുക, കുന്നിൻ്റെ മീതെ കയറുക, പർവ്വതത്തിൻ്റെ മീതെ കയറുക, എന്നിട്ട് ചടങ്ങിയിരിക്കുക, ജനങ്ങളുമായിട്ട് ബന്ധമില്ലാതിരിക്കുക, അങ്ങനെയുള്ള ശൈലി. അപ്പോൾ എന്ത് വേണ്ടി വരും? സൂഫ് അഥവാ ഉളൻ വസ്ത്രം ധരിക്കേണ്ടി വരും. അവിടുന്ന് വന്നതാണ്. അത് സൂഫിസത്തിൻ്റെ ഉടമകളുടെ പദമാണ്. ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒരാൾ നിർബന്ധമായി അനിവാര്യമായ സമ്പാദ്യങ്ങൾ സമ്പാദിച്ച് വേസ്റ്റ് ആക്കുന്നതൊക്കെ ഒഴിഞ്ഞു നിർത്തി അള്ളാഹിലേക്ക് അടുക്കണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരെ കുറിച്ച് എന്ത് പറയും? സാഹിദ് എന്ന് പറയും. എന്ത് പറയും? സാഹിദ് എന്ന് പറയും. എന്നല്ലാതെ സൂഫി എന്നല്ല പറയുക, മനസ്സിലായില്ലേ? എന്നാൽ ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടം പർദ വന്നിട്ടില്ല. അങ്ങനെ മഹാനായ സൽമാൻ ഈ എൻ്റെ സഹോദരനാണ് അബൂദർ എന്ന് കേട്ടപ്പോൾ അബൂദറിനെ കുറിച്ചൊന്ന് പഠിച്ച് ഈ സഹോദര ബന്ധം നടപ്പാക്കണമെന്ന് തീരുമാനിച്ച് ശരി കേൾക്കുക. വീട്ടിൽ പോയി. ആരുടെ? അബൂദറിൻ്റെ വീട്ടിൽ പോയി ഭാര്യ കടന്നു വന്നു. ഭാര്യയുടെ വസ്ത്രം കണ്ടപ്പോൾ മുഷിഞ്ഞ വസ്ത്രം, വളരെ പ്രയാസത്തിൽ ജീവിക്കുന്ന, വളരെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജീവിതമാണ് അവിടെ കണ്ടത്. എന്താണ് ഈ കോലം? ചോദിച്ചു. നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ജീവിതശൈലി അങ്ങനെയാണ്. നിങ്ങളുടെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അബൂദറേ, ഭർത്താവിനെ കുറിച്ചാണ്. ഭർത്താവിൻ്റെ ജീവിതശൈലി അങ്ങനെയാണ്, ജീവിത രീതി അങ്ങനെയാണ്. അങ്ങനെയാണോ? എന്നാലും അബൂദർ എൻ്റെ സഹോദരനാണ് റസൂല് പറഞ്ഞല്ലേ. അപ്പോൾ എൻ്റെ സഹോദരനാകുമ്പോൾ ആ സഹോദര ബന്ധം സ്ഥാപിക്കണമല്ലോ. എന്ത് ചെയ്തു? ഞാനൊന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് താമസിക്കാൻ അനുവാദം തരണമെന്ന് ആവശ്യപ്പെട്ടു. സ്റ്റഡി നൽകാൻ വേണ്ടി വീട്ടിൽ താമസിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അബൂദർ റളിയല്ലാഹു തആല അൻഹു എങ്ങനെ ഉറങ്ങുന്നു, എപ്പോൾ ഉണരുന്നു, എന്തൊക്കെ കാട്ടുന്നു എന്ന് മൂപ്പര് സ്റ്റഡി നടത്താണ്. അങ്ങനെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ അബൂദർ സൽമാൻ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ അബൂദർ ഉണർന്നു. സൽമാൻ മനസ്സിലാക്കി ഉറങ്ങിയിട്ടില്ല. മൂപ്പര് മനസ്സിലാക്കി സൽമാൻ ഉറങ്ങിക്കാണുമെന്നാണ്. സൽമാൻ അവിടെ ഉറങ്ങിയല്ല റളിയല്ലാഹു തആല അൻഹും. സൽമാൻ എന്താ കാട്ടാ? മൂപ്പരെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇദ്ദേഹം വെറും പരലോകത്തിന് വേണ്ടിയുള്ള ജീവിതമല്ലാതെ നമസ്കാരം, രാത്രി ഓർക്കൊഴിവാക്കുക, നോമ്പ് പിടിക്കുക, ഭാര്യയുമായിട്ട് വരൊരു ബന്ധമില്ല, ഭൗതികമായ ഒരു ആഗ്രഹം മൂപ്പരിക്കില്ല. മനസ്സിലല്ലേ? അത് നന്നാക്കി എടുക്കണമെന്ന് സൽമാൻ തീരുമാനിച്ചു. സഹോദര ബന്ധം ശരിക്കും സ്ഥാപിക്കാൻ വേണ്ടി നന്നാക്കി എടുക്കാൻ തീരുമാനിച്ചു. പറഞ്ഞു, മൂപ്പർ കിടന്നുറങ്ങിക്കോ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കൂടെ തന്നെ ജീവിക്കുന്ന പ്രശസ്ത സഹാബിയായ സൽമാൻ പറയുമ്പോൾ വാക്ക് പാലിച്ചുകൊണ്ട് മൂപ്പര് കിടന്നുറങ്ങി. പിന്നെയും മൂപ്പർക്ക് ഉറക്കം വരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉണർന്നു. കിടന്നുറങ്ങിക്കോന്ന് പറഞ്ഞു.
അങ്ങനെ അർദ്ധരാത്രി കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗം, രാത്രിയുടെ മൂന്നാമത്തെ ഭാഗമായപ്പോൾ ഇപ്പോൾ 2 പേരും ഉണർന്നോളീൻ. മൂപ്പരുടെ പതിവ് എന്താണ്? മൂപ്പര് ഉറങ്ങൂല, ഭാര്യ ഉറങ്ങാനും സമ്മതിക്കൂല. മൂപ്പര് ഉറങ്ങൂല, ഭാര്യ ഉറങ്ങാനും സമ്മതിക്കൂല. അപ്പോൾ അത് ബുഖാരിയുടെ ഹദീസാണ് ഞങ്ങളെ കളിപ്പിക്കുന്നത്. എൻ്റെ ഹദീസിൻ്റെ അവസാനത്തിൽ പറയാണ്, നിങ്ങൾ 2 പേരും ഇപ്പോൾ നമസ്കരിക്കാൻ ആരംഭിച്ചോളീൻ എന്ന് മഹാനായ സൽമാൻ. രാത്രിയുടെ അവസാനത്തെ ഭാഗം വന്നപ്പോൾ മഹാനായ സൽമാൻ പറയുന്നു, 2 പേരോടും ഇപ്പോൾ നിസ്കരിച്ചോളീൻ, ഇപ്പോഴാണ് എൻ്റെ സമയം. മനസ്സിലായില്ലേ? അങ്ങനെ മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു ആ കൽപ്പന കൽപ്പിച്ച ശേഷം പറഞ്ഞ വാക്ക് കേൾക്കുക. നല്ല പഠനാർഹമായ കൽപ്പനകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നിട്ട് ഉൾക്കൊണ്ടതായ തത്വങ്ങൾ. ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖാ, നിന്റെ നാഥനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിൻ്റെ മുമ്പിൽ നീ അവകാശങ്ങൾ നൽകാനുണ്ട്. ഒലി നഫ്സിക അലൈക ഹഖ്ഖാ, നിന്റെ ശരീരത്തിനും ചില അവകാശങ്ങൾ നൽകാനുണ്ട്. അതുപോലെ തന്നെ ഒലി അഹ്ലിക അലൈക ഹഖ്ഖാ, നിന്റെ ഭാര്യയ്ക്കും ചില അവകാശങ്ങൾ നൽകാനുണ്ട്. ഫഅഅതി കുല്ലി ദി ഹഖ്ഖിൻ ഹഖ്ഖാ, ഓരോ അവകാശികൾക്ക് നൽകാനുള്ളവർക്ക് അവരവരുടെ അവകാശം നീ നൽകുക തന്നെ വേണം. അപ്പോൾ അള്ളാഹിൻ്റെ അവകാശം അത് അല്പസമയം നമസ്കരിക്കുക, ചില ദിവസങ്ങളിൽ നോമ്പ് പിടിക്കുക, എല്ലാ ദിവസവും നോമ്പ് പിടിക്കലല്ല, അപ്രകാരം തന്നെ എല്ലാ രാത്രി മുഴുവനും ഹയാത്താക്കലല്ല. മനസ്സിലായില്ലേ? അപ്പോൾ കൺട്രോൾ ചെയ്യുക, ജീവിത ശൈലിയിൽ ബാലൻസ് ശരിയാക്കുക, അത് പഠിപ്പിച്ചു കൊടുത്തു. ആര്? മഹാനായ സൽമാൻ. ഓരോ വ്യക്തികൾക്കും നൽകേണ്ടതായ അവകാശം മനസ്സിലാക്കി അവരവർക്ക് നൽകേണ്ടതായ അവകാശങ്ങൾ നിറവേറ്റുക. എന്നിട്ട് മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിയുടെ ഹദ്റത്തിലേക്ക് രാവിലെ ചെന്നു. എന്നിട്ട് രാത്രി സംഭവിച്ച സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. സദഖ സൽമാൻ. നിങ്ങളുടെ മുമ്പിൽ സഹാബാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പറയാണ്, സൽമാൻ പറഞ്ഞത് ശരിയാണ്. സൽമാൻ അബൂദറിനോട് നൽകിയതായ സ്റ്റഡി അത് വളരെ ക്ലിയറാണ്. അങ്ങനെയാണ് ഒരു മുസ്ലിം ജീവിക്കേണ്ടത് എന്നല്ലാതെ ഭാര്യയുടെ ബാധ്യത നിർവഹിക്കാതെ, കുടുംബത്തിൻ്റെ ബാധ്യത നിർവഹിക്കാതെ നമസ്കാരത്തിലും ആരാധനയിലും മുഴുങ്ങി ജീവിക്കുക, ചടഞ്ഞ് ജീവിക്കുക, അത് ശരിയല്ല. മറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും. ബിസിനസ്സിന് പോകണം, ബിസിനസ് ചെയ്യണം, കാശുണ്ടാക്കണം, എന്നിട്ട് ഭാര്യയ്ക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കണം, നിങ്ങളുടെ വസ്ത്രം നന്നാക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കാണും. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റഡി നൽകാൻ വേണ്ടി വീട്ടിലേക്ക് പോയി വീട്ടിലിരുന്ന് സ്റ്റഡി നടത്തിയ സംഭവം സഹീഹ് ബുഖാരിയിൽ 1968 നമ്പർ ഹദീസിൽ കാണാവുന്നതാണ്. ഇതിലും നമുക്ക് ആ സഹോദര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി സഹാബാക്കൾ ഉപയോഗിച്ചതായ ശൈലിയിൽ നിന്നിട്ട് ചിലതാണ് പഠിക്കാൻ സാധിച്ചത്. അങ്ങനെയുള്ള ധാരാളം പഠനാർഹമായ കാര്യങ്ങളൊക്കെ ഇനിയും അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറയുകയും കേൾക്കുകയും ചെയ്യാം. ഇതുവരെ പറഞ്ഞതിൽ നിന്നിട്ട് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മിൽ നിന്നിട്ട് രോഗമുള്ള രോഗത്തെ അല്ലാഹു സുഖപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. പല സുഹൃത്തുക്കളിൽ നിന്നിട്ട് അപകടത്തിൽപ്പെട്ടവരൊക്കെ വിളിച്ച് പറഞ്ഞു, ആക്സിഡൻറ്റിൽപ്പെട്ടു, അപകടത്തിലാണ്. അതുപോലെ തന്നെ വാട്സാപ്പിൽ കൂടി വിളിച്ച് പറഞ്ഞ സഹോദരന്മാർ പരിശോധന നടത്തിയപ്പോൾ ക്യാൻസറാണെന്ന് പറഞ്ഞു. അങ്ങനെ മഹാപ്രയാസത്തിൽപ്പെടുന്ന പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം നാം ഇവിടുന്ന് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷം കൊള്ളുന്ന വിശുദ്ധ മദീന, ഇസ്ലാമിൻ്റെ ക്യാപിറ്റലും തലസ്ഥാന നഗരവുമായ സ്വർഗ്ഗത്തോപ്പിൻ്റെ പരിസരത്തിൽ ജീവിക്കുന്ന നിങ്ങൾ അള്ളാഹുവിനോട് അതൊക്കെ ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയെല്ലാം നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ളതായ മുസ്ലിങ്ങൾക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ അടുത്ത കാലഘട്ടത്തിലായി ഉണ്ടായതായ പ്രയാസങ്ങൾ നിങ്ങൾക്കറിയാം, അത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലേക്ക്, സത്യത്തിലേക്ക്, തൗഹീദിലേക്ക് മടങ്ങലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസത്തെ ദൂരപ്പെടുത്തി കൊടുക്കട്ടെ. അപ്രകാരം ലോക മുസ്ലിങ്ങളിൽ എവിടെയെല്ലാം ആർക്കെല്ലാം പ്രയാസം ഉണ്ടാകുന്നുണ്ടോ അവരുടെ എല്ലാ പ്രയാസത്തെ അല്ലാഹു ദൂരപ്പെടുത്തി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ഇണകളില്ലാത്തവർ സാലിഹ്യങ്ങളെ ഇണങ്ങൾ നൽകട്ടെ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ വസീയത്ത് ചെയ്ത എല്ലാ സഹോദരന്മാർക്ക് അവരുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെ, മല പോലെ വരുന്ന പ്രശ്നങ്ങളെ മഞ്ഞുപോലെയാക്കി അല്ലാഹു മാറ്റട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.